എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി തമ്പനയിലായിട്ട് ഇപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവും അല്ലേ. വളരെ ടേസ്റ്റിയാണ്. ഷടപടയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റൂട്ടെ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണി കേക്ക് അല്ലാതെ ഇപ്പോൾ അതിന് പേരെന്തുണ്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് ചായയുടെ ഒപ്പം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. എനിക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കേക്കാണ് എനിക്ക് കൂടുതൽ ടീ കേക്ക് പോലെ കഴിക്കാനും കപ്പ് കേക്ക് പോലെ കഴിക്കാനും എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന കേക്കിൻ്റെ മണമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പുറത്തുനിന്ന് കപ്പ് കേക്കൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഒരു കുത്തുപോലെ തോന്നാറ്. അപ്പോൾ പെട്ടെന്ന് കേക്ക് കഴിക്കാൻ തോന്നിയാൽ ഞാൻ ഇതേപോലെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുക ചെയ്യുക. അത് ബേക്ക് ചെയ്ത് കിട്ടാനുള്ള ക്ഷമയില്ല, അത്രയും നേരം കാത്തിരിക്കുക. എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെയാണ് അതിന് തോന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കും. ചടപടയെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുമല്ലോ. നല്ല ടേസ്റ്റാണ്. കട്ടൻ കാപ്പിയുടെ കൂടെ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ വേണ്ട നല്ല അസൽ പാലൊഴിച്ച കാപ്പി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ്. ഒരു സംശയവും ഇല്ല. 100% നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ച് ചെയ്യാം. 1% പോലും നിങ്ങൾക്ക് ഫെയിലായി പോവില്ല, ഉറപ്പാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ എനിക്ക് ഇത്തിരി മൊരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അടിവശമൊക്കെ നിങ്ങൾക്ക് അടിവശം ഇത്ര മുരിയുണ്ടെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിവശം ഇത്തിരി ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും, ഗോൾഡൻ കളറായിട്ട്. എനിക്ക് അത്ര ആ ഒരു പരുവം എനിക്ക് ഇഷ്ടമല്ല, ഇത്തിരി മുരിഞ്ഞത് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പരുവത്തിന് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം, ഹൈയിൽ വെക്കരുതിട്ട്. ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, നടുഭാഗം വെന്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മളിതിൽ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്താലാണ് ആ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ബേക്കിംഗ് പൗഡറിൻ്റെ ആ ഒരു ഉപയോഗം അതിൽ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പുളിയുടെ അംശം എന്തെങ്കിലും ചെല്ലണം. അല്ലെങ്കിൽ പിന്നെ ഒരു 2 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു 2 നുള്ള് സോഡാപ്പൊടി. പക്ഷെ അതിനെക്കാട്ടി ഇനി നന്നാവുക ശരിക്ക് എനിക്ക് ഇത്തിരി കൂടി നന്നായി തോന്നിയിരിക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ചേർക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് കേട്ടോ, കുരുവൊന്നും പെടാതെ. അപ്പം ഇതെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജുണ്ട്, ചിത്രോസ് റെസിപ്പീസും തന്നെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ലൈക്ക് ചെയ്യുക. ഇതൊക്കെ കുറേ എണ്ണി പറക്കണു. ഇത് എണ്ണി പറക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി ഇത് ഞാൻ വീഡിയോസിൽ പറയണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യും. വെറുതെ ഇരുന്ന് എണ്ണി പറക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുതിട്ടാ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു കോഴിമുട്ട, ഒരെണ്ണമല്ല കേട്ടോ, 2 എണ്ണം വേണം നമുക്ക്. 2 കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ചിട്ടൊന്നുമില്ല, സാധാ പഞ്ചസാരയാണ്. 1/4 കപ്പ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം എന്താ പറയുക ബേക്കിംഗ് പൗഡർ കേട്ടോ. ബേക്കിംഗ് പൗഡറാണ് ഒരു 1/4 ടീസ്പൂണ്. ലെവൽ ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ, 1/4 ടീസ്പൂണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ വേണം കേട്ടോ. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് മതി ഓയിൽ. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് കേട്ടോ. ഒരു 1/2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ മൈദപ്പൊടി ചേർക്കുമ്പോഴാണ് കേട്ടോ രസം. ഗോതമ്പ് ചേർത്ത് ഇത്തിരി കൂടി ഹെൽത്തി ആവും. പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ഇത് തയ്യാറാക്കാം. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ മൈദ ചേർത്തോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 1/2 കപ്പോളം മൈദ. ഇനി ഇതൊന്നൊരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് യോജിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോഴേ ആ പൊടി മൊത്തം മുകളിൽ വന്നിരിക്കും മിക്സിയുടെ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ തന്നെ. അതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം. ഓക്കെ, മതി. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് പൈനാപ്പിൾ എസൻസ് ആണ്. ഞാൻ വാനില എസൻസ് അല്ല കേട്ടോ ചേർക്കണേ, പൈനാപ്പിളാണ്. എനിക്ക് ഇതിലേക്ക് ആ ഒരു മണ്ണാണ് ഇച്ചിരി കൂടി നല്ലതായിട്ട് തോന്നിയത്. ഒരു 1/4 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ്, 1/4 മുതൽ 1/2 വരെ ആവാം പൈനാപ്പിൾ എസൻസ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വിനാഗിരി, നമ്മുടെ വിനെഗർ ഉണ്ടല്ലോ, അതൊരു
1/2 ടീസ്പൂണ് വിനെഗർ അതും ചേർത്ത് കൊടുക്കുക. ആ മുട്ടയുടെ മണം ഇല്ലാതെയാവും ചെയ്യും. പിന്നെ നമുക്ക് എന്താ പറയുക, ബേക്കിംഗ് പൗഡറാണല്ലോ ചേർത്തേക്കണേ, സോഡ ചേർത്തിട്ടില്ല നമ്മൾ. അപ്പോൾ അത് വീർത്ത് വരാനും ഒക്കെ ആ പുളി ചെല്ലണത് നല്ലതാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ കേക്കിനുള്ള മിക്സ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ മിക്സിയിൽ നമ്മുടെ ഒന്നിലിട്ടിട്ടാണ് കേട്ടോ. ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് 15 സെക്കൻഡ്, അത് കഴിഞ്ഞാൽ 15 സെക്കൻഡ് കഴിഞ്ഞ് ഒന്ന് നിർത്തുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 15 സെക്കൻഡ് അടിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് വേണം, എന്നാലാണ് ആ മധുരം ഒന്ന് ബാലൻസ് ആയി പോവുള്ളൂ. ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. ഇത് നിങ്ങൾ മിക്സിയിൽ അടിക്കുന്ന നേരത്തെ ഉപ്പ് ചേർത്തോട്ടോ, ഞാൻ വിട്ടു പോയതാണ്. ആ ഉപ്പ് ആ നേരത്തെ മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ചേർത്താൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഇതേ ഞാൻ കുഴിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ കുഴിയുള്ള കുഴിയപ്പച്ചട്ടിയാണ് കേട്ടോ. വലുതാണ് ഇച്ചിരി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി ഇപ്പുറത്ത് ഇതിൽ പരട്ടി കൊടുക്കാനായിട്ട് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഈ കുഴിയപ്പത്തിൻ്റെ തട്ടിൽ എല്ലായിടത്തും ഇച്ചിരി ഓയിലൊന്ന് പരട്ടി കൊടുക്കുക. അധികം ആവണ്ട കേട്ടോ, ഒഴിക്കരുത്, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. തീ കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്പൂണ് വീതം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂടി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, മൂടി വെക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള അളവിനുള്ള മൂടി ഉണ്ടെങ്കിൽ മൂടി വെക്കാം. ഞാൻ മൂടി വെക്കാറില്ല, ഞാൻ ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക ചെയ്യാറ്. ഇനിയിപ്പോൾ മൂടി വെക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മൂടി വെക്കാം, അത്ര മാത്രമേ ഉള്ളൂ. കണ്ടോ, 2-3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ ഈ ഒരു പരിവായിട്ട് വന്നിട്ടുണ്ട്. ആയിട്ടില്ല, മറിച്ചിടാറായിട്ടില്ല കേട്ടോ. അരിയൊക്കെ ഒന്നുകൂടി മുരിഞ്ഞ് വരണം. അപ്പം ഞാൻ ഇവിടുത്തെ ലൈറ്റ് കെടുത്തി കണ്ടോ. അപ്പം ഇതിൻ്റെ കളർ നോക്കി നല്ല മഞ്ഞ കളറിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഒരു വിദ്രുംബിച്ച പോലെയും നമ്മുടെ ജഗദീശ്വരനോ പോലെ ആ കൂടി വിദ്രുംബിച്ചൊരു കളറാണ്. ഇത് എന്താണെന്ന് അറിയില്ല, എനിക്ക് ലൈറ്റ് ഞാൻ വെക്കുന്ന കറികളുടെ കളർ കറക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടുന്നില്ല. അത് ഈ ലൈറ്റ് കാരനാണ് കേട്ടോ. കണ്ടോ, അതൊരു യെല്ലോ കളറാണ്, പക്ഷെ ഇതിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടോ, വൈറ്റ് പോലെ എനിക്ക് തോന്നുന്നത് ക്യാമറയിൽ കാണുമ്പോൾ. അപ്പോൾ ഇതേ 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള രൂപം ഇതാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അപ്പത്തേനും നമുക്ക് മറിച്ചിടാവുന്ന ഒരു പാകമായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇങ്ങോരേനെ ഞാനൊന്ന് ചെറുതായിട്ട് മറിച്ചിട്ട് ഇങ്ങനത്തെ കത്തി എടുക്കുകയാണ് കേട്ടോ ഇതിനൊരു സുഖം. നമുക്ക് ഈ ചെറിയ ഈ ഒരു വശം വെച്ചിട്ട് മറിച്ചിടാൻ പറ്റും. എൻ്റെ അടുത്ത് ശരിക്കും ഇതിൻ്റെ ഒരു കോലുണ്ടായിരുന്നു, ആ സാധനം ഇപ്പം അന്വേഷിച്ചിട്ട് കാണാനില്ല. അപ്പം ഇത് ഞാൻ ഏകദേശം ഇവനൊന്ന് മറിച്ചിടാൻ വേണ്ടി സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ, ചട്ടിയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ഉള്ളൊന്നുമില്ല. ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് കണ്ടോ, ഒട്ടി പിടിച്ചിട്ടായിരിക്കുന്നത്. പക്ഷെ അതെനിക്ക് പണി തരും ഒരുമിച്ച് മറിച്ചിടാൻ നിന്ന്. എല്ലാ കേക്ക് ഉണ്ണീനെയും നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, ബേക്കറിയിലെ പോലത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് അത് കഴിക്കാനായിട്ട്. നമ്മുടെ ആദ്യം ഇട്ട് കൊടുത്തൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. അടിവശം ഇത്തിരി ഇങ്ങനെ മഞ്ഞ കളർ ഉണ്ടാവും. ഈ ഒരു പരുവത്തിനെ കിട്ടുക. ഇത് നമുക്കിത് കൈ കൊണ്ട് എടുത്തിടാവുന്ന തന്നെ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ അങ്ങ് കൈ കൊണ്ട് എടുത്തിട്ടാൽ മതി. ഒരു മറിച്ചിട്ട് വേണ്ട ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും, 5 മിനിറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. കണ്ടോ, കൈ കൊണ്ട് എടുത്തിടാവുന്ന തന്നെ ഉള്ളൂ, പക്ഷെ ചൂടുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ പണി പെട്ടെന്ന് കഴിയും. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലെ പരുവം നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റാണിത്. കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ പരുവം അത് സോഫ്റ്റാണ്. അല്ലോ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ശരിക്കുള്ള വലിയ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ, അതിൽ ചെയ്യുകയാണെങ്കിൽ കുഴി വലിപ്പമുള്ളതിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 ഓടിലേക്കുള്ളത് ഉണ്ടാവുള്ളൂ. 1.5ലേക്ക് ഉണ്ടാവില്ല, 1.5ലേക്കുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കുഞ്ഞു ഇതാ കണ്ടോ, എൻ്റെ ഈ സ്പൂൺ കൊണ്ട് നിറച്ച് തന്നെ ഒഴിക്കാൻ പറ്റണില്ല, അത്രയും ചെറുതാണത് ഈ കുഴി ഇതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ. പക്ഷെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ, കുഞ്ഞു ഉണ്ണിയപ്പമായിരിക്കും കാണാനായിട്ട്.
അപ്പൊ നമ്മുടെ അടിപൊളി ഉണ്ണിക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല മണമാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ. ആ പൈനാപ്പിൾ എസൻസിന്റെ ചേർക്കണോണ്ടാണ് ഇത്ര നല്ലൊരു മണം വരുന്നത്. വാനില ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാട്ടോ, വിരോധമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റ് ആണ്. എനിക്കിത് കട്ടൻ ചായയുടെ കൂടെ കടിച്ചു തിന്നാനാണ് കേട്ടോ നല്ല ഇഷ്ടം. ഉണ്ടോ, അത് സോഫ്റ്റ് ആണ്. അപ്പൊ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.